Let us learn commerce. Please like, share and subscribe. Good morning all. Here we are going to continue on the topic methods of research. The methods of research involve survey method, experiment and observation. We already discussed survey method and it's completed. The second one method is experiment. Okay. Let me discuss. Experimentation is a research process used to study the causal relationship between variables. ഒരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പാണെന്ത് അവിടെ നമ്മൾ നോക്കുന്നത്. സോ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി വേരിയബിൾസ്. It aims at studying the effect of an independent variable on a dependent variable by keeping the other independent variables constant through some type of control. എങ്ങനെയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കൊണ്ട് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ എന്ത് ഇഫക്റ്റാണ് വരുന്നത് എന്നാണെന്ത് ഒരു എക്സ്പെരിമെൻറ്റേഷനിലൂടെ കണ്ടക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്താണ് ആ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ലാതെ മറ്റ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുകളെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിക്കൊണ്ടുമായിരിക്കുന്നത് ഒരു എക്സ്പെരിമെൻറ്റേഷൻ കണ്ടക്ട് ചെയ്യുക. സോ ഫോക്കസ് ചെയ്യുന്ന ഏത് രണ്ട് വേരിയബിൾ മാത്രമാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും മാത്രമായിരിക്കും. സോ അതിൻ്റെ റിലേഷൻഷിപ്പാണെന്ത് എക്സ്പെരിമെൻറ്റേഷനിലൂടെ കണ്ടക്ട് ചെയ്യുന്നത്. Planning to conduct experimentation. The general procedure for conducting experimentation are ഒരു എക്സ്പെരിമെൻറ്റേഷൻ എങ്ങനെ കണ്ടക്ട് ചെയ്യുമെന്നാണ് നോക്കാം. The first one is determine the hypothesis to be tested and the independent and dependent variable involved in it. ഫസ്റ്റ് എന്ത് ചെയ്യുക ഒരു ഹൈപ്പോസിറ്റ് സെറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് set the hypothesis based on the dependent variable and independent variable. Then second one is operationalize the variables by identifying their measurable dimensions. വേരിയബിൾസിനെ ഓപ്പറേഷണലൈസ് ചെയ്യുക. എങ്ങനെ ഏത് രീതിയിലാണ് അത് മെഷർ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. The next one is select the type of experimental plan. The type of experimental design based on type of control. എന്ത് ചെയ്യുക നെക്സ്റ്റ് എക്സ്പെരിമെൻ്റൽ പ്ലാനിങ് ആണ്. ഹൗ വി ക്യാൻ കംപ്ലീറ്റ് അവർ എക്സ്പെരിമെൻറ്റ്. ദാറ്റ് മീൻസ് ഡിസൈനിങ് ദി എക്സ്പെരിമെൻറ്റ്. ദെൻ ദ ഫോർത്ത് വൺ ഈസ് ചൂസ് ദ സെറ്റിങ്സ്. മീൻസ് എന്താണ് ഒരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ സെറ്റിങ്സ് ഉണ്ടാക്കുക. മീൻസ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും എവിടെയാണ് ആ കണ്ടീഷനിലാണ് എന്താണ് കണ്ടക്ട് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ദ സെറ്റിങ്സ് മേ ബി ഫീൽഡ് ഓർ ലബോറട്ടറി. ലാബിൽ വെച്ചുകൊണ്ടാണ് എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫീൽഡിലാണോ എന്ന്. ഇപ്പോൾ ലബോറട്ടറി എക്സ്പെരിമെൻ്റ് ഉണ്ട്, ഫീൽഡ് എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഇപ്പോൾ ലബോറട്ടറി എക്സ്പെരിമെൻ്റ് എന്താണ് ഒരു പർട്ടിക്കുലർ റൂമിൽ എന്താണ് സെറ്റിങ്സ് എല്ലാ നമ്മൾക്ക് വേണ്ട എക്സ്പെരിമെൻറ്റിന് വേണ്ടി എല്ലാ സെറ്റിങ്സും വെച്ചുകൊണ്ട് അതിൽ നമ്മളുടെ വേരിയബിൾസിനെ ഫ്രെയിം ഔട്ട് ചെയ്ത് വെച്ച് അവിടെ വെച്ചുകൊണ്ടാണ് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് എക്സ്പെരിമെൻ്റ് ഈസ് നോൺ ആസ് ലബോറട്ടറി എക്സ്പെരിമെൻറ്റ്. ഇനി അതല്ല ഫീൽഡിലോട്ട് ചെന്നിട്ടാണ് എവിടെയാണോ ആക്ച്വലി അത് നടക്കുന്നത് ആ വേരിയബിൾസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുന്നത് അവിടെ വെച്ചിട്ട് എന്താണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തതിന് അതിനാണ് എന്താ പറയുക ഫീൽഡ് എക്സ്പെരിമെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. Next one is make the experimental conditions as nearly same as the expected real life conditions. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിയൽ ലൈഫ് കണ്ടീഷനും നമ്മൾ സെറ്റ് ചെയ്ത എക്സ്പെരിമെൻ്റൽ കണ്ടീഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ രണ്ട് സെയിം ആണോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തുക. ദെൻ മേക്ക് എ റെക്കോർഡ് ഓഫ് പ്രീ എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻസ്. നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക അതിന് മുമ്പുള്ള എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻ എങ്ങനെയാണെന്ന് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ എന്താണ് ആഫ്റ്റർ എക്സ്പെരിമെൻറ്റേഷൻ എന്ത് ഇഫക്റ്റാണ് അതിന് വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ പ്രീ എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻസ് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇൻട്രൊഡ്യൂസ് അപ്രോപ്രിയേറ്റ് മെത്തേഡ്സ് ഫോർ കൺട്രോളിങ് എക്സ്ട്രാനിയസ് വേരിയബിൾ ദാറ്റ് ആർ നോട്ട് മാനിപ്പുലേറ്റഡ് ഇൻ ദ എക്സ്പെരിമെൻറ്റ്. നമ്മൾ പറഞ്ഞു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിന് പുറമെ മറ്റ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും എന്താണ് നമ്മുടെ എക്സ്പെരിമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ചൂസ് ചെയ്ത ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ലാതെ ബാക്കി എല്ലാ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെയും കൺട്രോൾ ചെയ്യാൻ
കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ എക്സ്പെരിമെൻറ്റ് സക്സസ് ആവുള്ളൂ. So we should control the extraneous variable. Extraneous variable means other independent variables നമ്മൾ control ചെയ്തേ പറ്റുള്ളൂ. The next one is apply the experimental treatment and record observation and measurement using appropriate measurement devices. Next എന്ത് ചെയ്യുക? നമ്മൾ എന്താണോ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിച്ച് ആ എക്സ്പെരിമെൻ്റ് അപ്ലൈ ചെയ്ത എക്സ്പെരിമെൻ്റൽ ട്രീറ്റ്മെൻറ്റ്. ദെൻ അങ്ങനെ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? റെക്കോർഡ് ദ ഒബ്സർവേഷൻസ്. എന്താണോ അവിടെ നടന്ന എക്സ്പെരിമെൻറ്റിലൂടെ എന്ത് ഒബ്സർവ് ചെയ്യാനാണ് നമുക്ക് പറ്റിയ ആ ഒബ്സർവേഷൻ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇഫ് പോസിബിൾ റിപ്പീറ്റ് ദ ടെസ്റ്റ് സെവറൽ ടൈംസ് ഇൻ ഓർഡർ ടു ഇൻഷുർ ആക്യുറസി ഓഫ് ദി റിസൾട്ട്. നമ്മൾ ചെയ്ത എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് ആക്യുറേറ്റ് ആണോ ഇല്ലയോ എന്നറിയാൻ എന്ത് ചെയ്യുക? ചെയ്ത എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. അപ്പോൾ സെയിം റിസൾട്ടാണ് കിട്ടിയതെങ്കിൽ എന്താണ്? ആക്യുറേറ്റായ ഒരു എക്സ്പെരിമെൻറ്റേഷനാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അനലൈസ് ദ യൂസിങ് അപ്രോപ്രിയേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ്. നമ്മൾ മെഷർ ചെയ്ത് ഒബ്സർവേഷൻസ് മെഷർ ചെയ്ത് വെച്ചു. അതിനുശേഷം എന്താണ്? ഒബ്സർവ് ചെയ്ത കാര്യത്തിന് എന്ത് ചെയ്യുക? അനലൈസ് ചെയ്യുക, അനാലിസിസ്. അനലൈസ് ദ റിസൾട്ട് യൂസിങ് അപ്രോപ്രിയേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ്. ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് അനാലിസിസ് കണ്ടക്ട് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇൻ്റർപ്രറ്റ് ദ റിസൾട്ട് ഗിവിങ് കൺസിഡറേഷൻ ടു ഓൾ പോസിബിൾ എക്സ്ട്രാനിയസ് കണ്ടീഷൻസ്. എന്താണ്? ചെയ്ത കാര്യങ്ങൾ അനലൈസ് ചെയ്തതിന് ശേഷം കിട്ടിയ റിസൾട്ട് എന്ത് ചെയ്യുക? ഇൻ്റർപ്രറ്റ് ദ റിസൾട്ട്. ദ നെക്സ്റ്റ് വൺ ഈസ് അഡ്വാൻറ്റേജസ് ഓഫ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. ഒരു എക്സ്പെരിമെൻ്റ് മെത്തേഡ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ ഒരു റിസർച്ചർക്ക് ഉണ്ടാവാവുന്ന അഡ്വാൻറ്റേജസ്. ഓക്കെ, ദ വേരിയബിൾസ് ക്യാൻ ബി മോർ ഇഫക്റ്റീവ്ലി കൺട്രോൾഡ് ഇൻ ദിസ് മെത്തേഡ്സ്. നമ്മൾ പറഞ്ഞു ആക്ച്വലി വേരിയബിൾസിന് റിലേഷൻഷിപ്പാണ് ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സോ വേരിയബിൾസിനെ ഇഫക്റ്റീവായ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണെന്ത്? എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. അവിടെ വി ക്യാൻ കൺട്രോൾ ദ വേരിയബിൾസ് ഫോർ ദി എക്സ്പെരിമെൻറ്റിന് വേണ്ടി നമുക്ക് വേരിയബിൾസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് ദ എലമെൻറ്റ് ഓഫ് ഹ്യൂമൻ എറേഴ്സ് ഇൻ റെഡ്യൂസ്ഡ് ടു ദ മിനിമം. വേരിയബിൾസിനെ യൂസ് ചെയ്തുകൊണ്ടാണ് ബേസിക്കലി എക്സ്പെരിമെൻറ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ആ വേരിയബിൾസിൻ്റെ പകരം എന്താണ്? ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഹ്യൂമൻ എറേഴ്സും അവിടെ കുറവായിരിക്കും. അപ്പം സർവേ മെത്തേഡ് എങ്ങനെയാണ്? ദ സക്സസ് ഓർ ആക്യുറസി ഓഫ് ദി സർവേ മെത്തേഡ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദി റെസ്പോൺസ് ഓഫ് ദി റെസ്പോണ്ടൻറ്റിൻ്റെ റെസ്പോൺസിനനുസരിച്ചായിരിക്കുന്നത് സർവേൻ്റെ ആക്യുറസി എന്ന് പറയുന്നത്. അവിടെ എന്താണ്? ഹ്യൂമൻ എറേഴ്സ് ഒരുപാട് ഉണ്ടാവാനൊരു സാധ്യതയുണ്ട്. ബട്ട് ഇൻ എക്സ്പെരിമെൻറ്റേഷൻ വി ക്യാൻ റെഡ്യൂസ് ദ ഹ്യൂമൻ എറേഴ്സ്. അവിടെ ഇൻവോൾവ് ചെയ്യുന്ന ആരാണ്? വേരിയബിൾസ് മാത്രമാണ്. ഓക്കെ, സോ ഹ്യൂമൻ എറേഴ്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇൻ ദിസ് മെത്തേഡ്, ദാറ്റ് മീൻസ് എക്സ്പെരിമെൻ്റ് മെത്തേഡ്, ബെറ്റർ കണ്ടീഷൻസ് ഫോർ കണ്ടക്ടിങ് എക്സ്പെരിമെൻറ്റ്സ് മേ ബി ക്രിയേറ്റഡ്. ഓൾറെഡി ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ബെറ്റർ വേർഷൻ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നു. അതിനുവേണ്ടി ഒരു കണ്ടീഷൻ ഒരു എക്സ്പെരിമെൻറ്റേഷനിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്ത് അതിൻ്റെ റിസൾട്ട് മറ്റൊരു എക്സ്പെരിമെൻറ്റിന് യൂസ്ഫുൾ ആയിരിക്കും. The next one is experimentation yield generally exact measurement and can be repeated for verifying result. ഒരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് സോ ആക്യുറേറ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് എക്സാക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കും അവിടെ നടക്കുന്നത്. ഒരു സർവേ മെത്തേഡ് അങ്ങനെ നേരെ തിരിച്ചാണ്. സർവേ കണ്ടക്ട് ചെയ്യുമ്പോൾ എന്താണ്? ഒന്നെങ്കിൽ സാമ്പിൾ സർവേ ആയിരിക്കും, അല്ലെങ്കിൽ സെൻസസ് സർവേ ആവാം. സാമ്പിൾ സർവേ ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായ ഫോൾട്ട് അതിനുണ്ടാവും. സെൻസസ് ആകുമ്പോൾ അതിൻ്റേതായ ലിമിറ്റേഷൻസ് അതിനുണ്ടാവും. എന്നാൽ ഒരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? സോ ആക്യുറേറ്റ് ബൈ കമ്പയർഡ് ടു അതർ മെത്തേഡ്സ്. മറ്റ് മെത്തേഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ആക്യുറേറ്റ് ആയ ഒരു റിസൾട്ടായിരിക്കും കിട്ടുക. ആൻഡ് ക്യാൻ ബി റിപ്പീറ്റഡ് ഫോർ വെരിഫൈങ് റിസൾട്ട്. നമുക്ക് എന്ത് ചെയ്യാം? അത് റിപ്പീറ്റ് ചെയ്ത്
നോക്കി വെക്കാം എന്താണ് എക്സാക്റ്റ് റിസൾട്ട് തന്നെയാണോ കിട്ടുന്നതെന്ന്. അതായത് ഒരു തവണ ചെയ്തപ്പോൾ റിസൾട്ട് കിട്ടി, നമ്മൾ ആ വീണ്ടും എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതേ സെയിം റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ദ എക്സ്പെരിമെൻറ്റ് ഈസ് ആക്യുറേറ്റ്, വി സക്സസ് ഇൻ ദ എക്സ്പെരിമെൻറ്റ്. ഓക്കെ, next one is disadvantages. First one is it is difficult to establish comparable control and experimental group. ഒരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യുമ്പോഴുള്ള രണ്ട് ഗ്രൂപ്പ്സുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും കമ്പയറബിൾ ഗ്രൂപ്പും. ഈ രണ്ട് ഗ്രൂപ്പുകളെ ഒരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഫിക്സ് ചെയ്യുക അല്ലെങ്കിൽ ഏതാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. So it's a disadvantages to the experiment. We already discussed what is control group and what is experimental group. The scope for experimentation with a human being is extremely limited. നമ്മൾ പറഞ്ഞു വേരിയബിൾസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കൂടുതൽ എക്സ്പെരിമെൻറ്റേഷൻ നടക്കുന്നത്. സോ അവിടെ ദ സ്കോപ്പ് ഫോർ എക്സ്പെരിമെൻറ്റേഷൻ വിത്ത് ഹ്യൂമൻ ബീങ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റേഷൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് സോ എക്സ്ട്രീംലി ലിമിറ്റഡ് ആണ്. ദാറ്റ് മീൻസ് മറ്റൊരു വേരിയബിളിനെ യൂസ് ചെയ്യുന്നത് പോലെ ഹ്യൂമൻ ബീങ്ങിനെ യൂസ് ചെയ്തുകൊണ്ട് എക്സ്പെരിമെൻറ്റേഷൻ പോസിബിൾ അല്ല. സോ ഹ്യൂമൻ ബീങ്ങിൻ്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള റിസർച്ചുകൾക്ക് എക്സ്പെരിമെൻറ്റേഷൻ മെത്തേഡ് നടത്താൻ പറ്റിക്കൊള്ളുന്നില്ല. The next one is it is often difficult to design, tend to be expensive and time consuming. എന്താണ് അത് ഡിസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ എന്താണ് ഒരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ മുന്നൊരുക്കങ്ങൾ, മീൻസ് അത് ഡിസൈൻ ചെയ്ത് അത് കണ്ടക്ട് ചെയ്യുന്ന ആ സ്റ്റേജിലെത്തുന്ന ഒരു എന്താണ് സോ ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. ആൻഡ് സോ ഇറ്റ്സ് എൻ എക്സ്പെൻസീവ് ആൻഡ് ടൈം കൺസ്യൂമിങ്. ഒരുപാട് ക്യാഷ് എക്കണോമിക്കലി എന്താണ് ക്യാഷ് ഒരുപാട് ആവശ്യമാണ്, അതേപോലെ തന്നെ ടൈം കൺസ്യൂമിങ് ആണ്. ദ നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ടു സം എക്സ്റ്റെൻറ്റ് ആൻഡ് മെ ലാക്ക് റിയലിസം. എന്താണ് ആർട്ടിഫിഷ്യലാണ് നമ്മൾ പറഞ്ഞു. ഇപ്പം ഒരു ആക്ച്വലി എവിടെ നടക്കുന്ന രണ്ട് വേരിയബിളിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ് നമ്മളൊരു ലാബിൽ കൊണ്ടുവന്ന് അവിടെയാണ് നടത്തുന്നത്. സോ റിയാലിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കുന്നത് ഒരു എക്സ്പെരിമെൻറ്റിലൂടെ. ആർട്ടിഫിഷ്യലായി ക്രിയേറ്റ് ചെയ്തുന്ന ഒരു എൻവയോൺമെൻറ്റ് വെച്ചുകൊണ്ടായിരിക്കുന്നത് ആ വേരിയബിളിൻ്റെ റിലേഷൻഷിപ്പ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഇറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ടു സം എക്സ്റ്റെൻറ്റ്. സോ താങ്ക് യു.